ദൈവത്തിന് സ്തോത്രം. നല്ല ഉച്ചകഴിഞ്ഞ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ട്രിവാൻഡ്രം സോണിൻ്റെ YP ക്യാമ്പായി ഇങ്ങനെ കൂടി വരുവാൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ സഹായിച്ച ദൈവത്തിൻ്റെ വിലയേറിയ വിശ്വസ്തതയ്ക്ക് എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് പകൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. കൃപയാൽ കർത്താവിൻ്റെ ജീവിതത്തിൽ നൽകിയ ദൈവിക വിടുതലുകളും ദൈവത്തിൻ്റെ ദർശനവും ദൈവത്തിൻ്റെ ആലോചനയുടെയും പൂർത്തീകരണമാണ് ഞാൻ നിങ്ങളുടെ നടുവിൽ ഇന്ന് വചനവുമായി നിൽക്കുവാൻ ഇടയായി തീർന്ന സ്തോത്രം. വളരെ മനോഹരമായ ഒരു തീമാണ് YPയുടെ ചുമതലപ്പെട്ടവർ അതിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ഭാവം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ 1, 2, 3 ദിവസങ്ങൾ ദൈവവചനം കേൾക്കുവാൻ, നല്ല ക്ലാസ്സുകൾ, നല്ല പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. എനിക്കറിയാം, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സഹോദരങ്ങളാണ്, യൗവനക്കാരാണ് ഇവിടെ കൂടുതലായി കടന്നു വന്നിരിക്കുന്നത്. കർത്തൃദാസന്മാരെ ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ YPയുടെ യുവജനങ്ങളാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ മറ്റൊരു കാര്യം കൂടുണ്ട്. ഈ ഉച്ചകഴിഞ്ഞ സെഷൻ്റെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സെഷനാണ്. എല്ലാവരും വയറ് നിറച്ച് ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായി ഒരു നല്ല ചെറിയ ചൂടിൻ്റെയും കാറ്റിൻ്റെയും ഒക്കെയും ആ ഒരു മയക്കത്തിൽ ചിലപ്പോൾ കണ്ണടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളോട് പറയാം. ദൈവം ഇന്ന് പകൽ ഈ ഉച്ചകഴിഞ്ഞ സെഷനിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയത്തില്ല. എൻ്റെ കലാലയ ജീവിതത്തിൽ കൃപയാൽ ദൈവം എൻ്റെ മേൽ ഭരമേൽപ്പിച്ച ദൈവിക ദൗത്യത്തിൻ്റെ നിർവഹണത്തിൻ്റെ ഭാഗമാണ് 135 കിലോമീറ്റർ വാഹനം ഓടിച്ച് നിങ്ങളുടെ നടുവിൽ ഈ വചനവുമായി ഞാൻ വന്ന് നിൽക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, ഏറ്റവും അധികം യൗവനക്കാർക്ക് ജീവിക്കാൻ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പര്യാപ്തമായ നല്ല വളക്കൂറുള്ള മണ്ണാണ് ക്യാമ്പസ് എന്ന് പറയുന്നത്. പ്രത്യയ ശാസ്ത്രത്തിൻ്റെയും തത്വചിന്തകളുടെയും ആദർശങ്ങളുടെയും വിപ്ലവ സന്ദേശങ്ങളുടെയും മാറ്റൊലികൾ ക്യാമ്പസിനകത്ത് മുഴങ്ങുമ്പോഴും അതിൻ്റെ അകത്ത് നിന്ന് കരുത്താർജിച്ച ഒരു തലമുറ ഈ ഹോളിൻ്റെ അകത്തു നിന്ന് എഴുന്നേൽക്കണം. അതിനായി ക്യാമ്പ് ഇന്ന് പകൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. സ്തോത്രം. സമയമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നേരം പോക്കിന് പൈസ ചെലവഴിക്കാൻ ഒത്തിരി ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല സംഘാടകർ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ പ്രിയ YP അംഗങ്ങളോട്, പ്രിയ യൗവനക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളാക്കി മാറ്റുവാൻ ലോകത്തിൻ്റെ ചരിത്രത്തെ മാറ്റിക്കുറിച്ച പുസ്തകമാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ മാറ്റിമറിക്കുവാൻ ഈ തിരുവചനത്തിന് കഴിയും. അതുകൊണ്ട് വളരെ ഗൗരവമായി ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. ഞാൻ മുഖവരിയിൽ നിന്ന് വിരമിച്ച് എനിക്ക് നൽകിയ സമയത്തിൻ്റെ അകത്ത് ചില ചിന്തകൾ പങ്കുവെച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. തീം നമുക്കറിയാം, ക്രിസ്തു യേശുവിൻ്റെ ഭാവം. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്തല്ലേ, കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ എൻ്റെ സ്കൂൾ കാലം തൊട്ട്, അല്ലെ രക്ഷിക്കപ്പെട്ട സമയം തൊട്ട് എൻ്റെ ഹൃദയത്തിനകത്ത് കുറിച്ചിട്ട 2-3 വാക്യങ്ങളിൽ ഒരു വാക്യമാണ് ഇന്നത്തെ തീമായി നമ്മൾ സെലക്ട് ചെയ്ത ഫിലിപ്പിയർ 2:5 വാക്യം. മറ്റൊരു വാക്യമാണ് റോമർ 1:16. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാത്ത സാക്ഷികളായി നാം ഇന്ന് പകൽ മാറേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ഈ 2 വാക്യങ്ങൾ എൻ്റെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിച്ചു. ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കർത്താവിനെ പ്രാപ്തി നൽകിയത് ഈ ദൈവത്തിൻ്റെ തിരുവചനമാണ്. സ്തോത്രം. അതുകൊണ്ട് എനിക്കറിയാം, ഏറ്റവും ബാക്ക് ബെഞ്ച് സെലക്ട് ചെയ്യുന്നവരും പറ്റുകയാണ് പുറത്തിറങ്ങി കുറച്ചുകൂടെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ചിലപ്പോൾ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യുന്നവരെക്കാൾ കരുത്തരായി അവരായിരിക്കാം പുറത്തു വരാൻ പോകുന്നത്. സ്തോത്രം. ദൈവം കഴിവുള്ളവരെ തിരഞ്ഞെടുത്തു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല. പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്ന 3 കാര്യം: ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായി തിരഞ്ഞെടുത്തു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും ദൈവം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് എൻ്റെ കഴിവ് നോക്കി ഞാനിവിടെ സെലക്റ്റായി എന്ന് ആരെങ്കിലും പറയുന്നുണ്ട്, നിങ്ങളെ കർത്താവിന് വേണ്ട കുഞ്ഞുങ്ങളെ. ഒരു കാര്യം കൂടെ പറയാം. ഇന്ന് പകൽ
ജീവിതത്തിൻ്റെ ഏതെങ്കിലും വഴിത്താരകളിൽ വഴിമുട്ടി ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രാപ്തരാക്കി മാറ്റി കരുത്തു പകർന്ന് നിങ്ങളെ നിങ്ങളാക്കി മാറ്റുവാൻ ഈ വചന കേൾവിലൂടെ കർത്താവ് നിങ്ങളെ സഹായിപ്പാനിടയായി തീരട്ടെ. സ്തോത്രം. നമുക്ക് ഫിലിപ്പിയർ 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ. ഒരു വാക്കുകൂടെ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ദൈവദിന ചിന്തയിലേക്ക് പ്രവേശിക്കാം. എല്ലാ ദൈവമക്കളും കണ്ണുകളെ ഒന്ന് അടച്ചാട്ട്. സ്തോത്രം. നിങ്ങളെക്കാൾ ഒത്തിരി ഒന്നും എനിക്ക് പ്രസംഗിക്കുവാനോ പ്രകടിപ്പിക്കുവാനോ ഒരു പക്ഷേ കഴിയില്ലായിരിക്കാം. പക്ഷെ കർത്തൃദാസന്മാരെ, വൈപ്പിയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന പ്രിയ സഹോദരന്മാരെ, പ്രിയ കർത്തൃദാസിമാരെ, എന്നോടൊപ്പം നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ സഹകരിപ്പാൻ കഴിയും. കരുത്തുള്ള ഒരു തലമുറയെ ഈ മണ്ണിൽ നിന്ന് ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ കഴിയണമെങ്കിൽ പ്രാർത്ഥനയുടെ പിൻബലം ഇന്ന് പകൽ ആവശ്യമാണ്. എല്ലാ ദൈവമക്കളും അധരങ്ങളെ തുറന്നാട്ട്. വീണ്ടും ജനനം പ്രാപിച്ച, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, ദൈവകൃപയിൽ ജീവിക്കുന്ന ഒറ്റ ദൈവമക്കൾ പോലും ഇന്ന് പകൽ അധരം അടക്കിയിരിക്കുക. എല്ലാ ദൈവമക്കളും ഒന്ന് അധരം തുറന്ന് സ്തോത്രം ചെയ്താട്ട്. ഏറിയ തെറ്റുകൾ ചെയ്തെന്നാലും പാപിയായി മുദ്രണം ചെയ്തെന്നാലും. എന്നോടൊപ്പം ചേർന്ന് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഈ 4 വരി പാട്ടൊന്ന് പാടാമോ? ഏറിയ തെറ്റുകൾ ചെയ്തെന്നാലും പാപിയായി മുദ്രണം ചെയ്തെന്നാലും സ്നേഹത്താൽ കൈക്കൊള്ളും ദൈവമേ, നീ എത്ര നല്ലവൻ. നീയല്ലാതാരുമിൽ ഈശനേ, എൻ്റെ ഭാരം തീർപ്പാ. എൻ്റെ പാപം പോക്കാ, എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ധന്യ. എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ പ്രൈസ് ദി ലോർഡ്. ഈ പാട്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അന്നത്തെ വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചതിൻ്റെ പക തീർക്കുവാൻ ഞങ്ങൾ നടത്തിയ യൂത്ത് മീറ്റിങ്ങിൻ്റെ അകത്തേക്ക് ഇരമ്പി കയറി മീറ്റിംഗ് ഇവിടെ നിർത്തണമെന്ന് ആക്രോശിച്ചപ്പോൾ ഞങ്ങൾ പാടിയ പാട്ടാ യേശു മതി, എനിക്ക് യേശു മതി. എന്നോടൊപ്പം ഈ 4 വരി ചിലപ്പോൾ ഞാൻ പറയുന്ന സന്ദേശത്തെക്കാൾ നിങ്ങളെ ബലപ്പെടുത്തുവാൻ ഈ പാട്ടിന് കഴിയും. എന്നോടൊപ്പം ആത്മാർത്ഥമായി സഹകരിക്കുന്ന വൈപ്പി അംഗങ്ങൾക്ക് ഈ പാട്ടറിയാമെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പാടിക്കാം. യേശു മതി, എനിക്കേശു മതി, ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ, നീ എത്ര നല്ലവൻ. ഹൃദയത്തിൽ നിന്ന് പറയണം. ഓ, അപ്പോഴും പാടും ഞാൻ ദൈവമേ, നീ എത്ര നല്ലവൻ. കഴിയുമെങ്കിൽ കരങ്ങളെ ഉയർത്തി ഒന്ന് പാടാമോ? നീയല്ലാതാരുമിൽ ഈശനേ, എൻ്റെ ഭാരം തീർപ്പാ. നീയല്ലാതാരുള്ളു രക്ഷക, എൻ്റെ പാപം പോക്കാ. എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനാ. എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ
യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിന്റെ നാഥനായി അംഗീകരിച്ച കുഞ്ഞുങ്ങളാ ഭൂരിഭാഗവും ഇവിടെ ഉള്ളത്. പണ്ടെന്നോ പറഞ്ഞു മറന്ന, രക്ഷിക്കപ്പെട്ട സമയത്ത് പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകാം. പക്ഷെ ഈ ക്യാമ്പിന്റെ അകത്ത് പുതിയ തീരുമാനമെടുക്കുന്ന ദിവസമായിരിക്കണം. ഈ ക്യാമ്പിന്റെ അകത്ത് തീരുമാനം ഒന്നുകൂടെ പുതുക്കുന്ന ദിവസമായിരിക്കണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ലോകത്തിന്റെ പാപത്തിന്റെ അശുദ്ധിയുടെയും തിന്മയുടെയും ഈ മണ്ണിന്റെ നടുവിൽ കരുത്തുറ്റ ഒരു തലമുറ ഈ മണ്ണിൽ വാർത്തെടുക്കപ്പെടുവാൻ എത്ര ദൈവമക്കൾ ഇന്ന് പകൽ, എത്ര യൗവനക്കാർ ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്പർശനം ഇന്ന് പകൽ എനിക്ക് വേണമെന്നുള്ള കൊതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഗതിവിഗതികളെ മാറ്റിമറിക്കുവാൻ കർത്താവിന് കഴിയും. സ്തോത്രം. ഞാൻ എൻ്റെ ചില ചിന്തകൾ വേഗം എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 വെല്ലുവിളികൾ ഏതാണെന്ന് ചോദിച്ചാൽ എന്നേക്കാൾ നന്നായി നിങ്ങൾക്ക് പറയാൻ സാധിക്കും. സ്തോത്രം. ഞാൻ പൊതുവായ ചില കാര്യങ്ങളൊക്കെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ചിന്തകൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. വാട്ട് ആർ ദ സം കറന്റ് challenges that young people are facing in today's world? നമ്മുടെ യൗവനക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായി അറിയാം. ഒന്നാമത്, ഇവിടെയുള്ള ബിരുദ വിദ്യാർത്ഥികൾ ആരെങ്കിലും എന്നെ കേൾക്കും, നിങ്ങൾ പറയും അൺഎംപ്ലോയ്മെന്റ്. ശരിയല്ലേ? തൊഴിലില്ലായ്മയാണ് ഏറ്റവും അധികമായി ഇന്ന് യുവതലമുറ നേരിടുന്ന പ്രശ്നമെന്ന് പറയുന്നത്. തൊഴിലില്ലായ്മയും തൊഴിൽ അവസരങ്ങളുടെ അപര്യാപ്തതയും ഇന്ന് യുവതലമുറ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ്. സ്തോത്രം. അപ്പോൾ ഒന്നാമത് നാം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് തൊഴിലില്ലായ്മയും അവസരങ്ങളുടെ അപര്യാപ്തതയുമാണ്. രണ്ടാമത് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം മാനസിക രോഗമാണ്. ശരിയല്ലേ? മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്. അല്ലെങ്കിൽ മനസ്സിന്റെ വൈകല്യങ്ങൾ ഏറ്റവും അധികമായി യുവതലമുറ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നമാണ് മാനസികാരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത്. സ്തോത്രം. നമുക്കറിയാം, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, അതുപോലെ തന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരുടെയും മറ്റ് ആളുകളുടെയും കമ്പയർ ചെയ്യുന്ന, നമ്മളെ ഹരാസ് ചെയ്യുന്ന, അല്ലെ നമ്മളുടെ പഠനത്തെ മറ്റും ബാധിക്കുന്ന ഭീഷണിപ്പെടുത്തലുകൾ, ഇതൊക്കെ നമ്മളെ വല്ലാതെ നേരിട്ട് മാനസികമായി ഡൗൺ ആയി പോകുന്ന, മാനസികമായി ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു ഏജാണ് ഈ യുവതലമുറ, അല്ലെ യൂത്തിന്റെ ഏജ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്, ഒരുപക്ഷെ കേരളമോ ഇന്ത്യയോ അല്ലെങ്കിൽ ലോകം തന്നെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് ലഹരി മരുന്നുകളുടെ ഉപയോഗം എന്ന് പറയുന്നത്. കണ്ടോ, ഈ 3 പ്രധാന പ്രശ്നങ്ങളാണ് യുവതലമുറയെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അത് നിഷേധിക്കാൻ കഴിയത്തില്ല. ലോകം ഇന്ന് കണ്ടെത്തിയ പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ അനുസരിച്ച് ഈ 3 കാര്യങ്ങൾ യുവതലമുറകളുടെ ജീവിതത്തിൽ, ലഹരി മരുന്നുകളുടെ ഉപയോഗം, അതുമൂലം ഉണ്ടാകുന്ന അക്രമം, കുറ്റവാസനകൾ, ഇതിൻ്റെ ദുരുപയോഗം, വർഗീയത, ലിംഗവിവേചനം എന്നുവേണ്ട ഇത്യാദി ഉള്ള കാര്യങ്ങളൊക്കെ യുവതലമുറ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. പക്ഷേ അതിൻ്റെ നടുവിൽ ഞാനിവിടെ തിരുവനന്തപുരത്ത് കൂടിയിരിക്കുന്ന യുവതലമുറയോട് ചോദിക്കുക, വീണ്ടും ജനനം പ്രാപിച്ച അല്ലെ YPയുടെ അംഗങ്ങളായി രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുന്ന YPയുടെ അംഗങ്ങൾ പറ, ദൈവസഭയിലുള്ള യുവജനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഞാൻ പറഞ്ഞു, തൊഴിലില്ലായ്മയുണ്ട്, ലഹരി മരുന്നുകളുടെ ഉപയോഗമുണ്ട്, ഇനി മറ്റല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു കാര്യം ആർക്കും നിഷേധിക്കാനാവാത്ത മറ്റൊരു കാര്യം കൂടെ വേദപുസ്തക വെളിച്ചത്തിൽ ഞാൻ ഇന്ന് പകൽ തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്നു. ക്രൈസ്തവ യുവസമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഒരു ദൈവ പൈതലായി ജീവിക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്നോടൊപ്പം എത്ര പേർ ഇതിനെ അംഗീകരിക്കുന്നുണ്ട്? നിങ്ങളുടെ ക്യാമ്പസിനകത്ത്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ, നിങ്ങൾ ആയിരിക്കുന്ന വീട്ടിൽ, നിങ്ങൾ ആയിരിക്കുന്ന സഭയിൽ, നിങ്ങൾ ഇടപെടുന്ന സമസ്ത മേഖലകളിലും ഒരു ദൈവ പൈതലായി ജീവിക്കുക എന്നുള്ളതിനപ്പുറം ഒരു വെല്ലുവിളിയും നമ്മുടെ യുവതലമുറ നേരിടുന്നില്ല. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിനകത്ത് നിരവധി കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. യുവതലമുറ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഈ 2:5 ഫിലിപ്പ് 2:5 നമ്മൾ വായിച്ചു. ക്രിസ്തുവിന്റെ മനോഭാവം കൽപ്പിച്ചിരിക്കുക. ആ വാക്യം ശ്രദ്ധിച്ചേ. യേശു ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ.
our attitude should be the same as that of Jesus Christ. നമ്മുടെ മനോഭാവം യേശു ക്രിസ്തുവിന്റെ മനോഭാവത്തിന് തുല്യമായി മാറണം. പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ വളർന്നേ മതിയാകൂ. യേശു ക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നേ മതിയാകൂ. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ, എന്നോടൊപ്പം ചേർന്നൊന്ന് പറഞ്ഞ യൗവനക്കാര്, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായി. അപ്പൊ ഇതെന്തുവാ? ഇതൊരു അപേക്ഷയല്ല, ഇതൊരു കൽപ്പനയായി പൗലോസ് പറയുന്നു, ഉണ്ടായിരിക്കട്ടെ. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം, നിങ്ങളോട് വായിച്ചു കാണും. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ, വായിച്ചു ആൻറ്റി. ഇന്ന് പകൽ YP അംഗങ്ങളോട് പറയാനുള്ള ഒറ്റ വാക്ക് ഇതാണ്: അനുസരണ മനോഭാവം നമുക്ക് വേണ്ടിയത്. യേശു ക്രിസ്തുവിന്റെ ഭാവം വെളിപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള ഇപ്പോൾ വായിച്ച വാക്യം, 6 മുതൽ 8 വരെയുള്ള വാക്യം യേശു ക്രിസ്തുവിന്റെ ഭാവം വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം 2:5 ക്രിസ്തുവിന്റെ മനോഭാവത്തെക്കുറിച്ച് കൽപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. 2:6 മുതൽ 8 വരെ യേശു ക്രിസ്തുവിന്റെ ഭാവം എന്താണ്? ദൈവത്തോടുള്ള യൂണിറ്റി, യുണീക്നെസ്, സമത്വം, തുല്യത മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ, അവൻ എത്രത്തോളം ഒരു മനുഷ്യന്, സാധാരണ ഒരു പച്ച മനുഷ്യൻ ഈ ലോകത്തിൽ എത്രത്തോളം താഴാൻ പറ്റും, അതിനപ്പുറമായി ഈ ഭൂമിയിലേക്ക് താണ് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി. കണ്ടോ, ക്രൂശ് എടുക്കേണ്ടതിന് പുത്രനാം ക്രിസ്തു ഏറ്റെടുത്ത ഒരു പരമപ്രധാനമായ ദൗത്യമാണ് ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു എന്നുള്ളതാണ്. എൻ്റെ പ്രിയ YP അംഗങ്ങളെ, ഒരു അനുസരണ മനോഭാവം, ഒബീഡിയൻ്റ്, ഒരു അനുസരണത്തിൻ്റെ, വിധേയത്വത്തിൻ്റെ മനോഭാവം ഇന്നു പകൽ നമുക്കുണ്ടായേ മതിയാകൂ. ഈ ലോകത്തിൽ എന്തൊക്കെ നമുക്കുണ്ടെങ്കിലും യേശുവിൽ ഇല്ലാത്ത ഒന്നും ശാശ്വതമല്ല എന്ന് ഇന്നു പകൽ നാം ഓർത്തേ മതിയാകൂ. കണ്ടോ, ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. ക്രിസ്തുവിൻ്റെ ഭാവം വെളിപ്പെടുത്തുന്ന 2-ാമത്തെ ഭാഗം, അല്ലെ ഈ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ഭാവം എത്രത്തോളം ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്ത് ഉരുത്തിരിഞ്ഞ പരമപ്രധാനവും പരിപാവനവുമായ പദ്ധതിയുടെ പരസ്യമായ ആവിഷ്കാരമാണ് ക്രൂശു മരണം എന്നുള്ളത്. ആ ക്രൂശു മരണത്തിൻ്റെ സ്തോത്രം ഫലമാണ്, അല്ലെ ക്രൂശു മരണത്തിലൂടെ ലഭ്യമായ അനുഗ്രഹം ഒന്നു മാത്രമാണ് നിങ്ങളും ഞാനും ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ കഴിച്ച മരുന്നിൻ്റെ ഗുണമല്ല. നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതൽ ഈ 15, 18, 20, 25, 30 വയസ്സുവരെ ഇവിടെ ആരോഗ്യത്തോടെ വന്ന് ഇരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയൊന്നും മാത്രമാണെന്ന് സമ്മതിക്കാൻ കഴിയുമോ? കാൽവറി ക്രൂശിൽ പുത്രനാം ക്രിസ്തുവിലൂടെ ലഭ്യമായ, സൗജന്യമായി ലഭിച്ച കൃപയും ആ രക്ഷയും മാത്രമാണ് ഇന്ന് പകൽ ഞാനിവിടെ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ആയിരിക്കാനിടയായി തീർന്നത്. 3-ാമത്, ഇങ്ങനെ അനുസരണത്തിൻ്റെ മനോഭാവത്തിന് ഒരു നല്ല അനുഗ്രഹം കർത്താവിന് ലഭിച്ചു. മനോഭാവത്തിൻ്റെ പ്രതിഫലം ഫിലിപ്പിയർ 2:9 മുതൽ 11 വരെയുള്ള വാക്യമാണ്. അതുകൊണ്ട് അപ്പൊ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ദൈവം ഉയർത്തുന്നത് ലോകത്തിൽ ആർക്കും സ്തോത്രം പ്രൊഡക്റ്റ് ചെയ്യുവാൻ, ലോകത്തിൽ ആർക്കും മുന്നിൽ കാണുവാനോ ഊഹിക്കാനോ കഴിയാവുന്നതിൽ അപ്പുറമാ ഒരു വ്യക്തിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കണമോ? ഈ വാക്യം പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുക. 2024 മാർച്ച് മാസം ഇവിടെ മുളയറയിലുള്ള ഈ ക്യാമ്പ് സെന്ററിൽ വന്ന ദൈവത്തിൻ്റെ വചനം എടുത്ത് നിങ്ങളോട് സംവാദിക്കണമെന്ന് ദൈവം ആണ്ടുകൾക്ക് മുമ്പ് കണ്ടതുകൊണ്ട് ഇപ്പോൾ സ്ഫുടമായി എൻ്റെ പേര് മാത്രമല്ല, ദൈവവചനത്തിൻ്റെ വാക്യങ്ങളും ആഴങ്ങളും നിങ്ങളുമായി സംവാദിക്കുവാൻ എൻ്റെ നാവിന് ദൈവം കരുത്തു പകർന്നെങ്കിൽ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെ എത്ര അധികമായി ദൈവം തിരഞ്ഞെടുക്കും. പിശാച് ജനിച്ചു വീണപ്പോഴേ പിശാച് പറഞ്ഞു, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. അന്നത്തെ സമുദായ സഭയിൽ പോയി കേട്ട വാക്ക്, യേശു ജീവിക്കുന്നു, യേശു നല്ല മാതൃക, യേശു നല്ല നേതാവ് എന്നുള്ള വാക്യവും മാത്രമേ എനിക്കറിയത്തുള്ളൂ.
എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിനകത്ത് ദൈവം കുറിച്ചിട്ടു. ചുവപ്പ് നാടയ്ക്കകത്ത് എൻ്റെ പ്രാർത്ഥന കെട്ടപ്പെടാൻ എൻ്റെ ദൈവം സമ്മതിച്ചില്ല. ഞാൻ വിശ്വസിക്കുന്നു സ്വർഗീയ മന്ത്രിസഭ എനിക്ക് വേണ്ടി കൂടി മുളയറയിൽ വന്ന് യേശുക്രിസ്തു ജീവനുള്ള ദൈവമെന്ന് നിങ്ങളോട് പ്രഘോഷിപ്പാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ യേശു എൻ്റെ നാവിൻ്റെ കെട്ടറിച്ചു വിട്ടു. ആ യേശുവിന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. ആ യേശുവിൻ്റെ മനോഭാവം നിങ്ങളുടെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്താൻ പറ്റും പ്രിയ കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. ഇപ്പൊ ലോകത്തിൽ ആരൊക്കെ വിചാരിച്ചാലും വൈദ്യശാസ്ത്രമോ പാരമ്പര്യ രോഗമോ അല്ല നിങ്ങളുടെ കുടുംബ പശ്ചാത്തലമോ ഏതു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയാലും അതിൻ്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ യേശുവിനല്ലാതെ വേറൊരു വ്യക്തിക്ക് കഴിയത്തില്ല. ഇതുപോലൊരു കൊച്ചു കൂടിവരവിനകത്ത് ഇരുന്നു പ്രാർത്ഥിച്ചപ്പോൾ എപ്പം പ്രാർത്ഥിക്കാൻ അവിടെ അടുത്ത് നടന്നൊരു പെന്തക്കോസ്ത് സഭയിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് ഞാൻ പോയി അറ്റൻഡ് ചെയ്യുമായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, യേശുവേ ഈ കെട്ടൊന്ന് അഴിച്ചു വിട്, അതേ പറയാൻ അറിയത്തുള്ളൂ. പക്ഷേ അന്ന് പകൽ സ്വർഗം, ഞാൻ പറഞ്ഞില്ലേ, ആ ചരടൊക്കെ മാറ്റിവെച്ച് എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ ഹാലളിയ വചനവുമായി സ്തോത്രം കർത്താവ് ഇറങ്ങി വന്നു. വചനമെന്ന ഇരുവായ്ത്തിരിയുള്ള വാളുമായി അന്ന് പകൽ കർത്താവിൻ്റെ അരികിൽ ഇറങ്ങി വന്നു കേട്ടോ. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ശക്തി നിങ്ങളിപ്പോൾ സ്തോത്രം ചെയ്യുന്ന ആരാധിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ആ ഹോളിനകത്ത് മുഴുവൻ നിറയുന്നത് എനിക്ക് ബോധ്യപ്പെട്ടു. എൻ്റെ മേലും ആ കുഞ്ഞു പ്രായത്തിൽ എൻ്റെ പ്രാർത്ഥന കേട്ട് ദൂതസംഘമായി എൻ്റെ തമ്പുരാൻ എൻ്റെ അരികിൽ ഇറങ്ങി വന്ന് ആ ദർശനത്തിൽ ഞാൻ കണ്ടു. സ്തോത്രം. ആ വൈദ്യശാസ്ത്രത്തെ വെല്ലുന്ന, നിയമത്തെ വെല്ലുന്ന, ലോകത്തിലെ തത്വചിന്തകളെയും പ്രത്യയ ശാസ്ത്രത്തെയും വിപ്ലവ സന്ദേശങ്ങളെയും വെല്ലുന്ന ദൈവവചനത്തിന്റെ ശക്തി എൻ്റെ നാവിൽ, ആ സ്തോത്രം, പാരമ്പര്യമായി കെട്ടിയ കെട്ടിനെ സ്വർഗം അന്നു പകൽ അറുത്തു മാറ്റി. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ നേരിടുന്ന ഏതു പ്രശ്നമാണെങ്കിലും വിടുവിക്കാൻ കരുത്തുള്ളവൻ ഇന്ന് പകൽ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും നമ്മുടെ താഴ്മയുടെയും പിൻപിൽ വ്യാപരിക്കുന്ന ഒരു വലിയ ശക്തി ഉണ്ടെന്ന് മറന്നു പോകരുത്. നിങ്ങളുടെ സ്തോത്രം സഭയിലും വീട്ടിലും സൺഡേ സ്കൂളിലും വൈപ്പിയിലും അനുസരിക്കാനും വിധേയപ്പെടാൻ നാം തയ്യാറായാൽ നമ്മൾ ആളുമാറിയവരെ പോലെ ആയിത്തീരുവാൻ ഇന്ന് പകൽ ഇടയായിത്തീരും. സ്തോത്രം. നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ വിവിധ വശങ്ങൾ അനുകരിക്കുവാൻ പൗലോസ് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ലേഖനങ്ങളിൽ ഒന്നാണ് ഫിലിപ്പി ലേഖനം എന്ന് പറയുന്നത്. സ്തോത്രം. നമുക്കറിയാം റോമാലേഖനം ഞാൻ പറഞ്ഞ 1:16 പറയുന്നു, ഒരു വലിയ ദൗത്യമാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എനിക്കറിയാം ബൈബിൾ എടുത്തുകൊണ്ട് പോകാൻ എനിക്ക് ഭയങ്കര ലജ്ജയായിരുന്നു. പക്ഷെ യേശു എൻ്റെ അകത്ത് വന്നപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കാൻ പോയത്, സത്യം പറഞ്ഞാൽ ഞാൻ ബിരുദ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗണിതശാസ്ത്രത്തിൽ ബിരുദമെടുക്കാനുള്ള ആഗ്രഹത്തിൽ മധ്യ തിരുവിതാംകൂറിനടുത്തുള്ള കോളേജിൽ ഓടിച്ചെന്ന് കയറിയപ്പോൾ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, സുവിശേഷം അറിയിക്കുക എന്നുള്ള ആഗ്രഹം മാത്രമേ എൻ്റെ അകത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ആഗ്രഹമുള്ള ആരെങ്കിലും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ടോ? സ്തോത്രം. കോളേജിനകത്ത് പഠിക്കാൻ വിട്ടാൽ പോലും പഠിക്കാതെ ലവേഴ്സ് കോർണറിലും പഞ്ചാരമുക്കിലും പോയിരുന്ന് ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കാനുള്ള ദൗത്യം എന്നെ ദൈവം ഭരമേൽപ്പിച്ചു എന്നുള്ള ഉത്തരവാദിത്വം എൻ്റെ അകത്താളിക്കത്തിയപ്പോൾ പിന്നെ രണ്ടും നോക്കിയില്ല കേട്ടോ. അങ്ങനെ പല നിലകളിൽ ക്യാമ്പസ് രാഷ്ട്രീയം കൊടുമ്പിരി കൊണ്ട് ആ സമയത്ത് വിദ്യാർത്ഥി സംഘടനകൾ ഒരുമിച്ച് വന്നെങ്കിലും 1000-ലധികം യുവജനങ്ങളെ പങ്കെടുപ്പിക്കുന്ന ഒരു വലിയ വൺ ഡേ കോൺഫറൻസ് ഞങ്ങളുടെ ക്യാമ്പസിനകത്തെ ഓഡിറ്റോറിയത്തിൽ നടത്തുവാനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് തരാൻ കഴിഞ്ഞതിൻ്റെ ഞാൻ എടുത്ത, അല്ല എന്നോടൊപ്പമുള്ള സഹവിദ്യാർത്ഥികൾ എടുത്ത തീരുമാനത്തിൻ്റെ റിസൾട്ടാണ് ആ ക്യാമ്പസിനകത്ത് സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നു എന്നുള്ളത്. നിങ്ങൾ പഠിക്കുന്ന കലാലയത്തിൽ, സ്കൂളിൽ, ഓഫീസിൽ ഈ സുവിശേഷത്തെ, ഈ ക്രിസ്തുവിൻ്റെ ഭാവത്തെ മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഒന്നാമത് വേണ്ടത് വിധേയത്വമാണ്, അനുസരണമാണ്, ഡെഡിക്കേഷനാണ് നമുക്ക് വേണ്ടത്. യേശു കർത്താവ് തൻ്റെ വ്യക്തിത്വം തന്നെ ത്യജിച്ചു കളഞ്ഞു, പേഴ്സണാലിറ്റി ഡിനേ ചെയ്തു. യേശു പറയുന്നുണ്ട്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത്. എൻ്റെ കണ്ണിൻ്റെ പരിധിയിൽ ആരും ഉറങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെന്നാ.
ഞാൻ ഈ ക്യാമ്പിനെ കുറിച്ച്, ഈ ക്യാമ്പിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന വർഗീസ് ജോൺ ജോയൽ പാസ്റ്ററിനെ വിളിച്ചു പറഞ്ഞപ്പോൾ മുതൽ ഈ ക്യാമ്പിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 2 പകലും എനിക്ക് ശാരീരികമായി ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ ഞാൻ കടന്നുപോയി. ഒറ്റ കാര്യം എനിക്ക് ബോധ്യമാ, ഒരാളെങ്കിലും ഇതിൻ്റെ അകത്ത് കരുത്തോടെ എഴുന്നേൽക്കും. സ്തോത്രം. ഇവിടെ രജിസ്റ്റർ ചെയ്ത 350 400 അംഗങ്ങളുള്ള 350 പേരുള്ള ഈ ക്യാമ്പിനകത്ത് ഒറ്റ വ്യക്തി എഴുന്നേറ്റാൽ മതി. അതാ ക്യാമ്പിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം, പൗലോസ് ഫിലിപ്പി ലേഖനം എഴുതുന്നതിന്റെ നടുവിൽ പ്രധാനപ്പെട്ടൊരു വാക്യമുണ്ട്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗൈൻ ഐ സേ റിജോയ്സ്. എന്താ വാക്യത്തിന്റെ അർത്ഥം? ഫിലിപ്പിയർ 4:4 കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് പിന്നെയും. ശരിക്കും ഈ വാക്യം പൗലോസ് പറയുന്നതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാമോ? കാരാഗ്രഹത്തിനകത്ത് ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് സ്വന്തമായി ഉള്ളതെല്ലാം ക്രിസ്തുവിന് വേണ്ടി നഷ്ടപ്പെടുത്തി, ചർമ്മലിഖിതങ്ങളും ഒരു പുതപ്പുമല്ലാതെ മറ്റൊന്നും ശേഷിപ്പിക്കാതെ ബാങ്ക് ബാലൻസായി ഇല്ലാത്തവനായിരുന്ന പൗലോസ് പറയുക, ഈ ചെങ്ങലയ്ക്കോ ഈ നഷ്ടത്തിനോ കഷ്ടത്തിനോ എൻ്റെ സന്തോഷത്തെ കെടുത്തിക്കളയാൻ കഴിയത്തില്ല. നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലോ കോളേജിലോ ഉള്ള 2000-ഓ 1000-ഓ 3000-ഓ നിങ്ങളുടെ കൂട്ടുപ്രവർത്തകരോ നിങ്ങളുടെ കൂടെയുള്ള സഹപാഠികളോ നിങ്ങളെ കള്ളനെന്നോ കള്ളിയെന്നോ കള്ള ഉപദേശിയെന്നോ ഒക്കെ വിളിച്ച് അധിക്ഷേപിച്ചാലും ഈ സന്തോഷത്തെ നിങ്ങൾ മുന്നിൽ കണ്ടാൽ, ഈ എതിർപ്പുകളെ തൃണവൽഗണിച്ചുകൊണ്ട് ചെങ്ങലയെ മറന്ന് തനിക്ക് ലഭ്യമായ ശാരീരിക അവസ്ഥയെ മുഴുവൻ മറന്നുകൊണ്ട് പൗലോസ് ശക്തിയുക്തം വിളിച്ചു പറഞ്ഞു, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. എന്റെ പ്രിയ യൗവനക്കാരെ, ഇതാ യേശുവിന്റെ മനോഭാവം എന്ന് പറയുന്നത്. യേശു ഏറ്റവും കഷ്ടത്തിലൂടെ മാനസിക വ്യഥയിലൂടെ കടന്നുപോയ സമയത്ത് പറഞ്ഞ വാക്ക നിങ്ങൾക്കറിയാം. ആ വാക്ക്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോവുക. ആർക്കേലും പറയാൻ പറ്റുമോ? ഒരു കൊതു കടിച്ച നമ്മൾ ഡിസ്റ്റർബ് ആകില്ലേ? യേശു തൻ്റെ സ്വന്തം ജീവൻ ക്രൂശിൽ യാഗമായി ഒഴിക്കേണ്ട അർപ്പിക്കേണ്ട സന്ദർഭത്തിലും ശിഷ്യന്മാരെ വിളിച്ച് കരുതുന്ന കർത്താവ് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇതാ യേശുവിൻ്റെ മനോഭാവം. ബസ് ഒന്ന് താമസിച്ചു, പരീക്ഷയ്ക്ക് 1 മാർക്ക് കുറഞ്ഞതിന് പ്രശ്നമുണ്ടാക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്. പരീക്ഷയ്ക്ക് 6 വിഷയത്തിൽ 6 വിഷയം തോറ്റുപോയാലും എനിക്ക് ഒന്നുകൂടെ പറയാൻ, ഇവിടെ നിന്ന് ശക്തിയോടെ പറയാൻ പറ്റുന്ന ഒരു വാക്യമുണ്ട്. പഴയ നിയമത്തിൽ പ്രമാണമോ വേദപുസ്തകത്തിൻ്റെ ചുരുളുകളോ ഒന്നും ലഭ്യമാകാത്ത അങ്ങനെ പഴയ നിയമകാലത്തിൻ്റെ അപ്പുറത്ത് അങ്ങ് പുരാതന കാലത്ത് ജീവിച്ച ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന ഒരേ ഒരു വാക്യം എന്നോടൊപ്പം ചേർന്ന് പറയാമോ? അവൻ എന്നെ കൊന്നാലും, ഹല്ലേലൂയ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. തീർന്നില്ല, അതിന് അടിവരയിട്ട് ഒന്നുകൂടെ മുറുക്കി പുള്ളി പറയുക, എന്റെ നടപ്പ് അവന്റെ മുമ്പിൽ തെളിയിക്കും. പരീക്ഷയ്ക്ക് 1 മാർക്കല്ല 6 വിഷയത്തിനും പൊട്ടിയാലും, കയറി കിടക്കാൻ ഒരു നല്ല വീടില്ലെങ്കിലും, 10 വർഷമായി PSC എഴുതിയിട്ട് ജോലി കിട്ടുന്നില്ലെങ്കിലും, കൂടുള്ളവർ മുഴുവൻ തുഴഞ്ഞ് അക്കരെ കയറിയിട്ടും നിങ്ങൾ മാത്രം ഇക്കരെ നിന്നാലും പറയണം, എനിക്കെല്ലാം നഷ്ടപ്പെട്ടാലും ഈ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. എൻ്റെ എല്ലാ സന്ദേശത്തിലും ഞാൻ പറയുന്ന വാക്യവാ, ഇതിനപ്പുറത്ത് പറയാൻ എനിക്കൊന്നുമില്ല. ദൈവമക്കളെ, പൗലോസ് അന്ത്യമൊഴിയായി പറയുന്ന വാക്ക തീമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിനകത്ത് നിങ്ങൾക്കറിയാം, ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. അടുത്ത വാക്ക് നെഞ്ചിൽ കൈവെക്കാതെ പറയാൻ പറ്റുമോ? ഞാൻ നല്ല പോർ പൊരുതി. അതായത് 4 ബെൻസും 2-3 BMW-യും 7000 സ്ക്വയർ ഫീറ്റിന്റെ 15 കോടി വിലയുള്ള ഒരു വീട് ഉണ്ടാക്കിയിട്ടു എന്നല്ല പൗലോസ് പറയുന്നത്. പുതപ്പും ചർമ്മലിഖിതങ്ങളുമുള്ള ഇഴജന്തുക്കൾ
വന്ന് കയറുന്ന പ്രാണികൾ ഉപദ്രവിക്കുന്ന തുറുങ്കിനകത്ത് കിടന്ന് ഈ മനുഷ്യൻ പറയുക, ഈർച്ച വാളുകൊണ്ട് കൊല്ലപ്പെടേണ്ട സമയമായി. വാളുകൊണ്ട് തന്നെ കൊല്ലാനുള്ള വാളിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ മനുഷ്യൻ, വേദശാസ്ത്രിമാർ പറയുന്ന ഒരു വാക്കുണ്ട്, താൻ വളരെ തകർന്ന് വിശ്വാസം പോലും ത്യജിക്കപ്പെട്ടു പോകുമോ എന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് അത്യന്ത ശക്തി തൻ്റെ മേൽ ഇറങ്ങി വന്നു. ഈർച്ചവാള് രാകുന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് തൻ്റെ തൂലികയിലൂടെ ചലിച്ചിറങ്ങിയ വാക്ക്, അടുത്ത വാക്ക്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം പറഞ്ഞ് തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം. ഇതാ ക്രിസ്തുവിന്റെ ഭാവം കേട്ടോ. ഒന്നുമില്ല, ധരിക്കാൻ നല്ല വസ്ത്രമില്ല, കയറിക്കിടക്കാൻ വീടില്ല, ഒന്ന് സ്തോത്രം മുഖമൊന്ന് തുടയ്ക്കുവാൻ പോലും കൈക്ക് സ്വാതന്ത്ര്യമില്ല. പക്ഷെ എന്നാലും പറയുക, എൻ്റെ ഓട്ടം ഓടി ഞാൻ തികച്ചു. ഹല്ലേലൂയ. എനിക്കൊരു പാട്ടോട് പാടണമെന്ന് തോന്നുക, 4 വരി പാടാം. സ്തോത്രം. ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോ തളരാതെ ഓടിടുവാ തിരുകൃപ മതി എനിക്ക്. ജീവിതയാ അതുകൊണ്ട് ഇന്ന് പകൽ വേണ്ടത് തിരുകൃപയൊന്നു മാത്രമാണ്. ഈ കാരാഗ്രഹത്തിന്റെ അകത്ത് കിടന്നും പൗലോസിന് ഈ വാക്ക് പറയാൻ പ്രചോദനം നൽകിയത് ഈ കൃപയൊന്നു മാത്രമാ. അതുകൊണ്ടാണ് താൻ പറയുന്നത്, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. നഷ്ടങ്ങളുടെ കൂമ്പാരം ഉയർത്തി കാണിച്ചിട്ട് എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് പഴി പറയുന്നവരോട് എനിക്ക് ഇന്ന് പകൽ പറയാനുള്ളത്, എല്ലാം നഷ്ടപ്പെട്ടു പോയാലും ഇനി ദൈവം തന്നെ എന്നെ കൊന്നു കളഞ്ഞാലും, ഇയ്യോബ് പറയുക, ഭാര്യ പോയി, കൂട്ടുകാർ തള്ളിപ്പറഞ്ഞു, ഭാര്യ തള്ളിപ്പറഞ്ഞു, മക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു, ആടുമാടുകളും എല്ലാം നഷ്ടപ്പെട്ടു, തനിക്കുള്ള സമ്പത്ത് മുഴുവൻ അപഹരിക്കപ്പെട്ടു. എന്നിട്ടും പറയുക, അവൻ എന്നെ കൊന്നാലും. ഈ ഒരു മനോഭാവം ശീലിച്ചെടുക്കാൻ ഇന്ന് പകൽ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നുണ്ടല്ലോ, ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിമുളച്ച് വരുന്ന ഒന്നുമല്ല. സ്തോത്രം, ദിവസങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട്, സ്തോത്രം, ഈ തീ പാറുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് ഇങ്ങനെ ചുട്ടുപഴുത്ത ഇരുമ്പ്, സ്തോത്രം, ചുട്ടുപഴുത്ത ആ പരുപരുത്ത അനുഭവത്തിൻ്റെ അകത്ത് പാകപ്പെട്ടു വരുന്ന ഒന്നാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. സ്തോത്രം, ഒരിക്കലും ഒരു ദിവസം കൊണ്ട്, ഒരുപക്ഷെ ബൈബിൾ കോളേജിൽ പഠിച്ചത് കൊണ്ടോ അല്ല ട്രെയിനിങ് ചെയ്തത് കൊണ്ടോ നമുക്ക് ചിലപ്പോൾ പ്രസംഗിക്കാൻ പറ്റും. പക്ഷെ ക്രിസ്തുവിൻ്റെ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയണമെങ്കിൽ, ആ പാകപ്പെട്ട് ആ ചൂളയ്ക്കകത്ത് പാകപ്പെടാത്ത ഒറ്റ വ്യക്തിക്കും കർത്താവിന് വേണ്ടി ശോഭിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആ ചൂളയ്ക്കകത്തൂടെ കടന്നു പോകാൻ ഇന്നു പകൽ ചൂളയുടെ മടങ്ങ് ഏഴു മടങ്ങ് ആ തീയുടെ ശക്തി കൂട്ടിയാലും ചന്ദ്രക്ക് മേശക്ക് അഭേദനവും പറയുന്ന കേൾക്കണമോ നിങ്ങൾക്ക്? എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു വാക്യമുണ്ട് കേട്ടോ. നമ്മൾ പറയും, വിടുവിച്ചാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും? നീ ഉണ്ടാക്കിയ ബിംബത്തെ എന്ത് ചെയ്യല. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടൊരു വാക്ക് ഇവർ പറയുന്ന ആ അധ്യായത്തിലുണ്ട്. വീട്ടിൽ പോയി വായിച്ചാൽ മതി നിങ്ങൾ. ഈ ക്യാമ്പ് കഴിയുമ്പോൾ വായിക്കണം കേട്ടോ. ദാനിയേലിന്റെ 1-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, രാജാവേ, ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല. അഡ്മിഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും, ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും, ഈ സ്കൂളിൽ പഠിക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും, നാട്ടുകാർ മുഴുവൻ ഒറ്റപ്പെടുത്തിയാലും ചേർത്താലും എന്താണേലും ഇല്ലാലും, എടോ, ഈ കാര്യത്തിൽ ഒരു 2 അഭിപ്രായമില്ലെന്നേ. കറതീർന്ന ക്രിസ്തീയ ജീവിതത്തിൽ ശക്തിയും കരുത്തും ആർജിച്ചു പറയണം, രണ്ടാമതൊരു അഭിപ്രായം ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് പറയാനില്ല എനിക്ക്. ഒന്നുകൂടെ കടത്തി പറഞ്ഞ, ഇത് താഴെ വെച്ചുള്ള ഒരു ഇടപാടും എനിക്കില്ല. എൻ്റെ പ്രിയ യൗവനക്കാരെ,
കുഞ്ഞു പ്രായത്തിൽ ജോലി ചെയ്ത് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നല്ല പ്രായത്തിൽ സ്തോത്രം സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇതിനിടയ്ക്ക് മാരക വിഷമുള്ള പാമ്പെന്നെ 2 തവണ കടിച്ചു. ഒരു കാരണവശാലും ഇവനെ ജീവനോടെ വെക്കത്തില്ലെന്ന് പാതാള ഗോപുരവും മനുഷ്യനും കൈകോർത്ത് പിടിച്ച് പരിശ്രമിച്ചപ്പോഴും സ്വർഗത്തിൽ, മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, മന്ത്രിസഭ കൂടി അന്ന് രാത്രി ഒരു ജഡ ശരീരമായി എൻ്റെ വീട് മരണ വീടായി മാറേണ്ട ആ രാത്രി എൻ്റെ തമ്പുരാൻ എൻ്റെ മുറിക്കകത്തിറങ്ങി വന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ പിറുപിറുത്ത് പോകല്ലേ കേട്ടോ. ഒറ്റ തീരുമാനം അന്ന് രാത്രി പറഞ്ഞുള്ളൂ, കർത്താവേ എനിക്ക് ആയുസ് 1 ദിവസം കൂടെങ്കിലും തരണം. പിന്നെ ഒരു വാക്കുകൂടെ പറയുന്നത് കേൾക്കാൻ തമ്പുരാൻ വെയിറ്റ് ചെയ്തടാ, പറ ഇനി അടുത്തൂടെ പറ എന്നെനിക്ക് പറയുന്നത് പോലെ തോന്നി. അടുത്ത വാക്കെന്റെ നാവിൽ നിന്ന് വന്നു, ഇനി എനിക്ക് ആയുസ് ഈ ഭൂമിയിൽ ദീർഘിപ്പിച്ച് തന്നാൽ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഈ തീരുമാനം കേൾക്കാൻ എൻ്റെ തമ്പുരാൻ സ്തോത്രം എൻ്റെ മുറിക്കകത്തിറങ്ങി വന്നു. അതുകൊണ്ട് ഈ സ്തോത്രം ഉച്ച കഴിഞ്ഞ സമയത്ത് എന്നെ കേൾക്കുന്ന ഇവിടെയുള്ള YP മെമ്പേഴ്സിനോട് പറയാൻ എന്നെ പ്രാപ്തനാക്കി മാറ്റിയ ഈ മനോഭാവം, ഈ സത്യ സുവിശേഷം, ഈ ദൃഢമായ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിനും അനുഗ്രഹമായി ഇന്ന് പകൽ തീരും. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. മണ്ണിനടി നമ്മളെ ഇട്ട് മണ്ണ് മൂടിക്കളഞ്ഞാലും എന്തൊക്കെ പറ്റി ആർക്കും അറിയാതെ എന്തൊക്കെ സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പിശാച് കൊണ്ടുവന്നാലും ദൈവത്തിന്റെ വാഗ്ദത്തം ചുമക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ദൈവത്തിന്റെ വിളിയെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ, ഒരു ലോകശക്തികൾക്കും ഒരു പാതാളഗോപുര ശക്തികൾക്കും നിങ്ങളെ ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിപ്പാൻ എൻ്റെ ദൈവം സഹായിച്ചു. സ്തോത്രം. എൻ്റെ മുറിക്കകത്തും അന്ന് പകലും ഇറങ്ങി വന്ന യേശു കണ്ടില്ലേ സ്തോത്രം. 1 മണിക്കൂറോ 2 മണിക്കൂറോ സ്തോത്രം എത്ര കിലോമീറ്ററും ഇന്ന് പകൽ 130 135 കിലോമീറ്റർ ഒറ്റ ഇരിപ്പിൽ വാഹനം ഓടിച്ചു വന്നപ്പോഴും ഞാൻ സ്തോത്രം ചെയ്തു. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശക്തികൾക്കും അതിൻ്റെ അകത്തുനിന്ന് നിങ്ങളെ തകർത്ത് കളയാൻ കഴിയത്തില്ല. അതുകൊണ്ട് യേശുവിന്റെ മനോഭാവം ഉണ്ടാകേണ്ടത് സുഖലോലുപതകളുടെ ഇടയിലല്ല. ബന്ധിക്കപ്പെട്ടവനായി കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസും പറയുക, ഈ ഭാവമാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്. മരിക്കാൻ ക്രൂശിൽ പിതാവിന്റെ ദൗത്യ നിർവഹണം ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ പരമയാഗമായി തീരാൻ പോയ പുത്രനും വിളിച്ചു പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല. പൗലോസ് ഈ സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഒട്ടും സുഖകരമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് പൗലോസ് കടന്നുപോയത്. അതായത് ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു ദൈവപൈതലിന് ഏത് സാഹചര്യത്തിലും സന്തുഷ്ടനായി ജീവിക്കാൻ കഴിയും. ഒരു നേരം ആഹാരമില്ലെങ്കിലും, മാറി ഉടുക്കാൻ വസ്ത്രമില്ലെങ്കിലും, പണത്തിന്റെ പരിമിതി കൊണ്ട് അഡ്മിഷൻ ബ്ലോക്ക് ആയാലും പറയണം, ഞാൻ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. ഈ മനോഭാവം ഒന്ന് ട്രെയിൻ ചെയ്യാൻ ഇന്ന് പകൽ കഴിയുമോ ദൈവമക്കളെ? ഞാൻ നിങ്ങളെ വാക്കും വാക്യങ്ങളും പാട്ടുമൊക്കെ പാടി ആവേശഭരിതരായി നിർത്താനല്ല ഇന്ന് പകൽ സ്തോത്രം എൻ്റെ സന്ദേശങ്ങൾ വിളിച്ചു പറയുന്നത്. ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഈ വചനം സുഖദുഃഖ സമ്മിശ്രമായ ക്രിസ്തീയ ജീവിതത്തിൽ ഈ വചനം ക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്താൻ ഇടയായി തീരട്ടെ. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. കണ്ടോ, യേശു പ്രാണവേദനയിലായി പാപത്തിന്റെ പാനപാത്രത്തിന്റെ മട്ടൂറ വലിച്ചു കുടിക്കാൻ കഴിയാതെ തന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ഗത്സമന തോട്ടത്തിൽ വേർപ്പ് തുള്ളികൾക്ക് പകരം രക്തം രോമകൂപത്തിനകത്തൂടെ പൊടിഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോൾ വേദപുസ്തകം പറയുന്നു, യേശു പ്രാണവേദനയിലായി. ആരെങ്കിലും ഇന്ന് മകൾ പ്രാണവേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ആർക്കും പറയാൻ പറ്റത്തില്ല. എന്താ നിങ്ങളും ഞാനും അനുഭവിക്കേണ്ട പ്രാണവേദന നമ്മൾ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുത്രനാം ക്രിസ്തു പ്രാണൻ വെടിയുന്ന വേദന അനുഭവിച്ചു.
വേദ ശാസ്ത്രിമാർ അഭിപ്രായപ്പെടുന്നു, ആയിരക്കണക്കിന് തവണ യേശു ചത്തു ജീവിച്ചു. പ്രാണൻ പോകുന്ന അതിഭയാനകവും അതിഭീകരവുമായ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ സാക്ഷ്യം വഹിക്കാൻ ഒറ്റ വ്യക്തി കൂടില്ലായിരുന്നു കേട്ടോ. കല്ലേറ് ദൂരത്തോളം മാറിപ്പോയിരുന്നു. പ്രാർത്ഥിച്ചപ്പോ കൂടെ കൂട്ടിയ 3 പേരോട് പറഞ്ഞു, അയ്യോ ഉറങ്ങുകയാണോ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക്. എന്നിട്ട് യേശു പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. ചിലപ്പോൾ ഭാര്യയോ ഭർത്താവോ കൂട്ടുകാരോ മക്കളോ അമ്മയപ്പന്മാരോ ബെസ്റ്റ് ഫ്രണ്ടോ ലവറോ ഗേൾ ഫ്രണ്ടോ ആരുമാകട്ടെ, ഇവരാരും നിങ്ങളുടെ കൂടെ കാണത്തില്ല കേട്ടോ. അപ്പനേക്കാൾ അമ്മയേക്കാൾ സഹോദരങ്ങളെക്കാൾ ദൈവവചനത്തെക്കാൾ എന്തിനാ നിങ്ങൾ വില കൊടുക്കുന്നേ? അതിനൊക്കെ നിങ്ങൾ കണക്ക് പറയേണ്ടവരും കേട്ടോ. സ്തോത്രം. പാട്ടുകാരൻ പറയുന്നു, നാഥന് മുൾമുടി നൽകിയ ഈ ലോകത്തിന്റെ പേര് വേണ്ട, ഫ്രണ്ട്ഷിപ്പ് വേണ്ട, ലോകം തരുന്നതൊന്നും ശാശ്വതമല്ല. അതുകൊണ്ട് ഇന്ന് പകൽ ആ ക്രൂശിന്റെ അറ്റമൊന്ന് ചുമപ്പാൻ യേശു പറഞ്ഞത് ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നമ്മുടെ ഈഗോ ഒന്ന്, നമ്മുടെ മനോഭാവം ഒന്ന് മാറ്റിവെച്ച് ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മളിലേക്ക് ഒന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ പ്രിയ കുഞ്ഞുങ്ങളെ? സ്തോത്രം. ഞാൻ ഇത്ര ശക്തിയോടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയാൻ ഉള്ള ഛേദോ വികാരം എന്ന് പറയുന്നത് എന്നെ നടത്തിയ യേശുവിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതി തീരത്തില്ല ദൈവമക്കളെ. പൗലോസിലുണ്ടായ ക്രിസ്തുവിന്റെ മനോഭാവം എന്ന് പറയുന്നത് വേദനയിൽ സന്തോഷിക്കുന്ന മനോഭാവമായിരുന്നു. തടവിലും താൻ സന്തോഷപൂർണനായിരുന്നു. കാരാഗ്രഹത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്നത്തെ കൂട്ട് എന്ത് തെറ്റ് ചെയ്താലും കോഴിമുട്ടയും ചിക്കനും ഒക്കെ കൊടുത്ത് ബീഫും കൊടുത്ത് തടിച്ചു കൊഴുത്തുരുണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം അല്ലായിരുന്നു അന്നത്തെ. ഇഴജന്തുക്കളും പ്രാണികളും മാലിന്യവും ദുർഗന്ധമൊക്കെ വമിക്കുന്ന, എഴുന്നേറ്റൊന്നും നൂവർന്ന് നിൽക്കുവാൻ പോലും കഴിയാത്ത ഭീകരമായ ജയിലറയ്ക്കകത്ത് ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടന്ന പൗലോസ് പറയുന്നു, അയ്യോ ഇതൊന്നും, ഈ കഷ്ടമൊന്നും ശാശ്വതമല്ല, ഇതൊന്നും സാരമില്ല, വരുവാനുള്ള ലോകത്തിലെ സന്തോഷം ഓർത്താൽ ഇതൊന്നും സാരമില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ക്ലാസ്സിൽ, നിങ്ങളുടെ കോളേജിൽ, നിങ്ങളുടെ സഹപാഠികൾ നിങ്ങളെ പരിഹസിക്കുമ്പോൾ എന്തു പ്രതികരണമാ നിങ്ങൾ? യേശു പറഞ്ഞ ഗിരിപ്രഭാഷണത്തിലെ മാതൃക ഒരു ചെകിട്ടത്തടിച്ച മറ്റേതും കാണിച്ചു കൊടുക്കണം. സ്വാമി വിവേകാനന്ദനും മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള മഹാന്മാർ ഏറ്റെടുത്ത തത്വചിന്തയ്ക്കകത്ത് അവരുടെ അടിസ്ഥാനപരമായ ആശയം ഉൾക്കൊണ്ടത് ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം ഒന്ന് മാത്രമാണ്. എങ്ങനെയുണ്ട് നമ്മുടെ മനോഭാവം ഇന്നു പകൽ? കൂടിരിക്കുന്നവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? പാരമ്പര്യമായി പിന്തുടർന്നു വന്ന ഒരു ആചാരമായി നമ്മളുടെ ആത്മീയ മേഖലകൾ മാറ്റപ്പെട്ടെങ്കിൽ ഒരു നവോത്ഥാനം ഇന്നു പകൽ നമ്മുടെ ആത്മീയ ഗോളത്തിന് അനിവാര്യമാണെന്ന് എത്ര യുവതലമുറ ഇന്നു പകൽ വിശ്വസിക്കുന്നുണ്ട്? വേഗം എൻ്റെ വാക്കിവിടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. ജയിലറയ്ക്കകത്ത് കിടന്ന് കണ്ണുനീരൊഴുക്കുവാനോ വിലപിക്കുവാനോ പ്രലപിക്കുവാനോ ഒന്നും പൗലോസ് തയ്യാറായില്ല. പൊതുവായ ചില മനോഭാവങ്ങളെ കുറിച്ചുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഒറ്റ വാക്കിൽ പറയാം, ഉദാസീനതയുടെയും ഉത്സാഹത്തിൻ്റെയും മനോഭാവം. നമുക്ക് മനോഭാവം കേട്ടാൽ ഒത്തിരി ഉണ്ട്, ശ്രദ്ധിക്കണമേ, വേഗം അവസാനിപ്പിക്കാം. 2, ക്രിയാത്മകതയുടെയും നിഷേധാത്മകതയുടെയും മനോഭാവം. 3, മത്സരത്തിൻ്റെയും സഹകരണത്തിൻ്റെയും മനോഭാവം. കണ്ടോ, മനോഭാവം നൂറുകണക്കിന് മനോഭാവമുണ്ട്. അതിൽ ചിലത് മാത്രമാണ് ഞാൻ പറയുന്നത്. പരാതിയുടെയും കൃതജ്ഞതയുടെയും മനോഭാവം, ശാന്തതയുടെയും അക്രമാസക്തതയുടെയും മനോഭാവം, പക്വതയുടെയും അപക്വതയുടെയും. നമുക്കിത് ഏതാ ഉള്ളതെന്ന് സ്വയം നിങ്ങൾ ശോധന ചെയ്താൽ മതി. ഈ ക്യാമ്പ് കഴിയുന്നതിന് മുമ്പ് ക്രിസ്തുവിൻ്റെ മനസ്സ്, let the mind of Christ be in you. ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെ, ദുഷ്കരമായ ഏത് സാഹചര്യങ്ങളെയും ഓവർകം ചെയ്യാൻ സന്തുഷ്ടിയുള്ള മനോഭാവത്തിന് കഴിയും. ഇനി മനോഭാവങ്ങൾ ചീത്തയോ നല്ലതോ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ നടുവിൽ അതെങ്ങനെയാ വളർത്തിയെടുക്കേണ്ട ഒന്നാണ് മനോഭാവം. സ്തോത്രം. കുട്ടികൾ, സ്തോത്രം, ഒരു
കോളിയേഴ്സ് എൻസൈക്ലോപീഡിയോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ സംഘടന പറയുന്നുണ്ട്, ഒരു നവജാത ശിശുവിൻ്റെ അകത്ത് ഉണ്ടാകുന്ന മനോഭാവം അത് അവർ സ്തോത്രം ആർജിച്ചെടുക്കുന്ന മനോഭാവമാണ്. ഒറ്റ വാക്കുകൂടെ പറയാം, ഉചിതമായ മനോഭാവത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് യേശു ക്രിസ്തു. ഈ ക്രിസ്തുവിൻ്റെ എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ യൗവനക്കാരും കണ്ണുകളെ ദയവായി ഒന്ന് അടച്ചാട്ട്. ഒരു നിസ്വാർത്ഥമായ മനോഭാവം, ക്രിയാത്മകമായി ചിന്തിക്കുന്ന യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉദാത്തമായ മനോഭാവത്തെ മാതൃകയാക്കുവാൻ എനിക്ക് വേണം, കഴിയണം കർത്താവേ. തെറ്റായ മനോഭാവത്തെ തിരുത്തുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചേ, ആരും ദയവായി കണ്ണു തുറക്കരുത്. താങ്ക് യു ജീസസ്. യേശു എൻ്റെ ജീവിതത്തിൽ വേണം. യേശുവിനെ എൻ്റെ ജീവിതത്തിൽ കർത്താവായി, നായകനായി, രക്ഷകനായി, നടത്തിപ്പുകാരനായി എനിക്ക് ആവശ്യമുണ്ട് കർത്താവേ. താങ്ക് യു ജീസസ്. ഈ ക്രൂശ് എടുത്തുകൊണ്ട് യാത്ര ചെയ്യുവാൻ എനിക്ക് പ്രാപ്തി വേണം കർത്താവേ. താങ്ക് യു ജീസസ്. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വെച്ചിടോ രക്ഷകനാ, അന്ത്യശ്വാസം വരെ ജീവൻ വെച്ചിടോ രക്ഷകനാ, അന്ത്യശ്വാസം വരെ. ഞാൻ ഒറ്റ വാക്കൂടെ ഇവിടെയുള്ള യുവജനങ്ങളോട് ചോദിക്കുന്നു, ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ കരുത്തു പ്രാപിച്ച് എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ചില തെറ്റായ ചിന്തകളും മനോഭാവങ്ങളും ബന്ധങ്ങളും ഒക്കെ എന്നെ പലതിലും ചിലതിലും തളച്ചിട്ടു. പക്ഷേ ഏതു പ്രതിസന്ധിയുടെ അകത്തും എനിക്ക് ബലം പകരുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉദാത്തമായ മാതൃക എനിക്ക് നൽകിയ യേശുവിൻ്റെ മനോഭാവത്തെ ആർജിച്ചെടുത്തുകൊണ്ട് എനിക്ക് ജീവിക്കാൻ കൃപ വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഈ ക്യാമ്പിൻ്റെ പ്രാരംഭ ദിവസം ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഒറ്റ വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഈ ക്യാമ്പിൽ യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം ആർജിച്ചെടുത്ത് കരുത്തോടെ ജീവിക്കണം. ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ കരം ഉയർത്തിക്കാട്ട്. ചില കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയിരിക്കുക. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്. യാത്ര ചെയ്യും താങ്ക് യു ജീസസ്. കഴിയുമെങ്കിൽ എല്ലാവരും ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാണ്. ആ രണ്ട് കരങ്ങളെയും സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവൻ രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. തീരുമാനമാണ് ഇന്ന് പകൽ പാടിയത്. ജീവൻ വെച്ചിടും അന്ത്യശ്വാസം വരെ. ജീസസ്, താങ്ക് യു ജീസസ്. രക്ഷകനായ അന്ത്യശ്വാസം വരെയും എന്റെ ആയുസിൻ ദീനമൊക്കെയും അങ്ങേ മാത്രം ഞാൻ ഇനി സേവിക്കോ, എന്റെ നായകൻ യേശു
എനിക്കേകിടണേ എൻ്റെ പ്രാണനായകനേശുവേ നിന്റെ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് എല്ലാ കുഞ്ഞുങ്ങളും സ്തോത്രം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിന് അങ്ങേ വാഴ്ത്തുന്നു. വൈപ്പിയുടെ ട്രിവാൻഡ്രം സോണിൻ്റെ ക്യാമ്പായി കൂടി വരുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ സഹായിച്ചല്ലോ. ക്രിസ്തുവിൻ്റെ മനോഭാവം ഏറ്റെടുത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തു കാണിച്ചു തന്ന ജീവിത ശൈലി, ക്രിസ്തു നടന്നതുപോലെ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ജയകരമായ ജീവിതം നയിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നടപ്പ് തെളിയിച്ചുകൊണ്ട് ക്രിസ്തു ഭടനായി യേശുവിൻ്റെ ധീര പടയാളി ഈ അടർക്കളത്തിൽ അടരാടുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഈ ക്യാമ്പിന്റെ ഭാരവാഹികളെ ഏൽപ്പിക്കുന്നു. തീരുമാനമെടുത്ത കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഈ ക്യാമ്പ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് പിരിയുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾ, ചില യൗവനക്കാർ യേശുവിന് വേണ്ടി തീരുമാനമെടുത്തുകൊണ്ട് ധീര പടയാളികളായി മാറുവാൻ അവരെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി നന്ദി. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.